BJP-യുടെ രാഷ്ട്രീയ ആയുധമെന്നൊക്കെ തന്നെയാവും സർക്കാർ പറയുക. ഏതായാലും ഇതിൽ ED കൃത്യമായി ഇതിൽ 3 വർഷം നീണ്ട അന്വേഷണം 2021 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം ആരംഭിക്കുന്നത്. 3 വർഷം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി അന്വേഷണം നടത്തിയ ശേഷമാണ് ഇപ്പോൾ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതിൽ കൃത്യമായി ഫെമ നിയമലംഘനം, ചട്ടലംഘനം അല്ലെങ്കിൽ ഫെമ നിയമങ്ങളുടെ ലംഘനം കൃത്യമായി നടന്നിട്ടുണ്ടോ എന്നാണ് ED പറയുന്നത്. അതായത് ഈ 2150 കോടി രൂപയുടെ ഇടപാടിലാണ് ED അന്വേഷണം നടത്തുന്നത്. 2019 9.72 പലിശയിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും മസാല ബോണ്ട് വഴി പണം സമാഹരിക്കുന്നത്. 2150 രൂപയാണ് അന്ന് സമാഹരിച്ചത്. ഈ പണം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായാണ് ഉപയോഗിച്ചത്. ഈ പണം എങ്ങനെ ഇത്തരത്തിൽ ഉപയോഗിച്ചത് അത് ഫെമ നിയമലംഘന ചട്ടങ്ങളുടെ ലംഘനമാണ് എന്നാണ് ED പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ED ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇതൊരു ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഹാജരാകാനുള്ള നോട്ടീസല്ല, മറിച്ച് കാരണം കാണിക്കാനുള്ള നോട്ടീസാണ് ED ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് അയച്ചിരിക്കുന്നത്. ശ്രീ കെ എസ് അരുൺകുമാർ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ കെ എസ് അരുൺകുമാർ, ഇപ്പോൾ മുഖ്യമന്ത്രിക്കാണ് മുഖ്യമന്ത്രിയിലേക്ക് കൂടെ ED നോട്ടീസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഫെമ ചട്ടലംഘനമാണ് ഈ കിഫ്ബി മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട് ED ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി വിശദീകരണം നൽകണം. അത് നേരിട്ട് അഭിഭാഷകൻ വഴിയോ ആകാമെന്ന് പറയുന്നു. ഇങ്ങനെ കാണുന്നു ഈ സമയത്ത് വന്ന ED നോട്ടീസിനെ? ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന് ഒരാഴ്ചയേ ഉള്ളൂ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് 5 മാസമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇത് ഇത്ര വൈകിയത് എന്നതിനെ കുറിച്ച് മാത്രമേ ഒരാശങ്കയുള്ളൂ. ED ആയാലും CBI, NIA, കസ്റ്റംസ്, ആദായ നികുതി വകുപ്പ്, FSIO ഇവരെല്ലാവരും കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവർക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്ത് സെലക്ടീവ് ലീക്കേജിലൂടെ കേരളത്തിന്റെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള വാർത്തകൾ കൊടുക്കാറുണ്ട്. പക്ഷെ 2-3 ദിവസം കഴിഞ്ഞാൽ പിന്നെ ആ വാർത്തയ്ക്ക് എന്ത് സംഭവിച്ചു, അവരുടെ നോട്ടീസിന് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് പിന്നീട് ഒരു ചർച്ചയുമില്ല. ഇപ്പോ വിദേശത്തെ ഇന്ത്യൻ കറൻസിയുടെ രൂപത്തിൽ വിനിമയം നടത്തുന്ന ബോണ്ടാണല്ലോ മസാല ബോണ്ട്. മസാല ബോണ്ടെന്ന് അതിന് പേരിട്ടത് ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ തന്നെയാണ് മസാല ബോണ്ടെന്ന് പേരിട്ടത്. കിഫ്ബി മസാല ബോണ്ട് വാങ്ങിക്കുന്നതെല്ലാം ഫെമ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻകൂർ അനുമതിയോടെ മാത്രമേ ഒരു മസാല ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ അധികാരമുള്ളൂ. കൃത്യമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിട്ടേൺ പെർമിഷൻ പ്രകാരം ഫെമ നിയമപ്രകാരം മാത്രമാണ് കിഫ്ബി മസാല ബോണ്ട് ഇഷ്യൂ ചെയ്തതും പണം കളക്ട് ചെയ്തതും അതിന്റെ പലിശ കൊടുത്തുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ അടച്ചു തീർത്തുകൊണ്ടിരിക്കുന്നതും. ഇതേ വിഷയത്തിൽ തന്നെ ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഐസക്കിന് ED നേരത്തെ ഒരു നോട്ടീസ് അയച്ചിരുന്നു. ആ നോട്ടീസ് ചലഞ്ച് ചെയ്തുകൊണ്ട് ശ്രീ തോമസ് ഐസക് ഹൈക്കോടതിയെ സമീപിച്ചു. അന്ന് ഹൈക്കോടതി ഇത് പരിശോധിച്ചിട്ട് എന്ത് കാരണത്താലാണ്, എന്ത് നിയമലംഘനത്തിന്റെ പേരിലാണ് ശ്രീ തോമസ് ഐസക്കിന് നോട്ടീസ് അയച്ചതെന്ന് ഒരു ചോദ്യം EDയോട് ചോദിച്ചു. ED പറഞ്ഞു അത് പറയാം, ഞങ്ങൾക്ക് പറയാൻ 2 മാസം സമയം വേണമെന്ന് പറഞ്ഞു. പിന്നെ അത് 4 മാസമായി, 6 മാസമായി, 1 കൊല്ലമായി, 1.5 കൊല്ലമായി. എന്തിനാണ് നോട്ടീസ് അയച്ചത്, എന്ത് നിയമലംഘനമാണ് നടന്നിരിക്കുന്നത്, ഫെമ നിയമം ലംഘിച്ചത് ഏത് വകുപ്പ് പ്രകാരമാണ് എന്ന് ഇതുവരെ ഒരു കൃത്യമായിട്ടുള്ള റീസണബിൾ ആയിട്ടുള്ള മറുപടി കൊടുക്കാൻ EDക്ക് ഹൈക്കോടതിയിൽ കഴിഞ്ഞിട്ടില്ല. ആ ED ആണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു കാരണം കാണിക്കൽ നോട്ടീസുമായിട്ട് രംഗത്ത് വന്നത്. അവരെന്ത് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയാലും കാരണം കൃത്യമായിട്ട് വ്യക്തമാണ്. ഒരു നിയമവും ലംഘിച്ചിട്ടില്ല, റിസർവ് ബാങ്കിന്റെ മുൻകൂർ അനുമതിയൊക്കെ വാങ്ങിച്ചിട്ടാണ് ചെയ്തത്. ഈ വിഷയത്തിൽ റിസർവ് ബാങ്കാണ് അതോറിറ്റി. ആ നിയമപരമായി റിസർവ് ബാങ്കിന്റെ മുൻകൂർ അനുവാദം വാങ്ങിച്ചാൽ ഒരു നിയമലംഘനം ഇതില്ല. ഇതൊക്കെ കൃത്യമായിട്ട് ഓരോ ഘട്ടത്തിലും ED നടത്തിക്കൊണ്ടിരിക്കുന്ന സെലക്ടീവ് പ്രോസിക്യൂഷനാണ്. ആ സെലക്ടീവ് പ്രോസിക്യൂഷനെ കൃത്യമായി അർഹിക്കുന്ന അവജ്ഞയോടെ തന്നെ CPM തള്ളിക്കളയുന്നു. ശരി, വളരെയധികം നന്ദി ശ്രീ കെ എസ് അരുൺകുമാർ. താങ്കളുടെ അഭിപ്രായത്തിനൊരു രാഷ്ട്രീയ പ്രേരിതമായ നീക്കം എന്ന് തന്നെയാണ് CPM അതിനെ പ്രതിരോധിക്കുന്നത്. അപ്പോൾ അതിനെ ആ രീതിയിൽ തന്നെ കാണും, അതിനെ ആ രീതിയിൽ തന്നെ തള്ളിക്കളയുന്നു എന്നുള്ളതാണ്. യാതൊരു വിധത്തിലുള്ള ഫെമ ചട്ടലംഘനവും നടന്നിട്ടില്ല, റിസർവ് ബാങ്ക് അനുമതിയോട് കൂടെ തന്നെയാണ് പോയത് എന്നുള്ള വാദം തന്നെയാണ് CPM ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തി കാണിക്കുന്നതും.